പനമ്പള്ളിയിലെ മമ്മൂട്ടിയുടെ വീടിന്റെ അവിടെ നിന്നും നമ്മുടെ പ്രതിനിധി വിജിത ചേരുന്നുണ്ട്. വിജിത, ഇപ്പോൾ അവിടെ പരിശോധന, കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന തുടരുകയാണോ? അവിടെ നിന്ന് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പോലെ തന്നെ ഇപ്പോൾ ഓഫീസർ ഇവിടെ എത്തി ഈ ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉൾക്കരൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെയുള്ള ഒരു വാഹനം, അതായത് ഈ നിസാൻ പെട്രോൾ എന്ന് പറയുന്ന വാഹനം ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും വലിയ രീതിയിൽ പഴയ വാഹനങ്ങൾ ഇവിടേക്ക് നികുതി വെട്ടിച്ച് എത്തിക്കുന്ന തരത്തിലുള്ള വലിയ റിപ്പോർട്ടുകളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. വലിയ ഇടപാടുകാർ ഇതുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്നെല്ലാം പഴയ വാഹനങ്ങൾ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് ഇവിടെ എത്തിക്കുന്ന ഒരുപാട് ഇടപാടുകാരുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുന്നത്. ഓപ്പറേഷൻ മുൻകൂർ എന്ന ഒരു ഓപ്പറേഷന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. കേരളത്തിൽ ഇത്തരത്തിൽ 5 ജില്ലയിലാണ് പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുന്നത്. ഏകദേശം 30 കേന്ദ്രങ്ങളിൽ കേരള ആൻഡ് ലക്ഷദ്വീപ് കസ്റ്റംസ് വിഭാഗത്തിന്റെ ഒരു പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ദുൽഖറിന്റെ ഈ ഒരു വൈച്ചിലയിലെ ഈ ഒരു വീടിന്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഈ ഒരു വാഹനം ഇത്തരത്തിൽ എത്തിച്ചതാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഭൂട്ടാനിൽ നിന്നും പഴയ പട്ടാള വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് കടത്തുന്ന ഒരുപാടധികം പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് അറിയിക്കുന്നത്. പക്ഷേ അതിന് ഈ ഒരു ഇത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ നടന്മാർക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും നേരിട്ടൊരു ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഡീലേഴ്സ് ഇവിടെ എത്തിക്കുന്ന വാഹനങ്ങളാണ്. അവരിൽ നിന്ന് പിന്നീട് ഇത്തരം ആളുകൾ, ഇപ്പോൾ ഇങ്ങനെ ആഡംബര കാറുകളെല്ലാം വാങ്ങുന്നവർ ഈ ഡീലേഴ്സിൽ നിന്നാണ് ഇങ്ങനെ കാറുകളെല്ലാം വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു ബന്ധം ഇതുമായി, ഇടപാടുകാരുമായൊരു ബന്ധമുണ്ടെങ്കിൽ പോലും, പക്ഷേ നേരിട്ട് ഈ ഒരു ഭൂട്ടാനിൽ നികുതി വെട്ടിച്ച് കടത്തി എന്ന് പറയുന്ന അതിനോട് ബന്ധമില്ല. പക്ഷേ ഇടപാടുകാർ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പരിശോധന നടക്കുന്നത് എറണാകുളത്തെ ഈ ഒരു വൈറ്റിലയിലെ ദുൽഖറിന്റെ ഈ ഒരു വീട്ടിലും അതോടൊപ്പം തന്നെ പനമ്പള്ളിയിലെ മമ്മൂക്കയുടെ വീട്ടിലുമാണ് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കസ്റ്റംസ് തിരിച്ചു പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം കളമശ്ശേരിയിലും ഒരു വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇത്തരം വലിയ രീതിയിൽ വാഹനങ്ങളെല്ലാം ഈ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപാടുകാരുമായെല്ലാം കൂടുതൽ എവിടെയൊക്കെയാണ് ഇത്തരം വാഹനങ്ങൾ എത്തിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് പരിശോധനയിൽ പ്രധാനമായും വിധേയമാക്കുക. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ഫൈറ്റിലയിലെ ഈ ഒരു വീട്ടിൽ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നികുതി വെട്ടിച്ച് വാഹനങ്ങൾ ഇതിനു മുൻപും കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കസ്റ്റംസ് അടക്കമുള്ളവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളെല്ലാം അനുസരിച്ച് പറയുന്നത് പുതിയ വാഹനങ്ങളാണ്, ഒരിക്കലും പഴയ വാഹനങ്ങളല്ല ഇങ്ങോട്ട് എത്തിച്ചിരിക്കുന്നത്. പുതിയ വാഹനങ്ങളാണ് നികുതി വെട്ടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കസ്റ്റംസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്രയും കേന്ദ്രങ്ങളിൽ 30 കേന്ദ്രങ്ങളോളം ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. കുറേയധികം ഡീലേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു പരിശോധനയിലാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള നടന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം ആഡംബര കാറുകളെല്ലാം വാങ്ങുന്നവർ അവരുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇത്തരം വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് ഉദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പൃഥ്വിരാജിന്റെയും അതോടൊപ്പം ദുൽഖറിന്റെയും എല്ലാം വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കാർത്തു, അപ്പൊ ഈ ഒരു കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തി എന്നൊരു കണ്ടെത്തലിനെ തുടർന്ന് തന്നെ ആകാമല്ലേ ഇത്തരത്തിലൊരു റെയ്ഡ് കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഒരു മിന്നൽ പരിശോധന തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ശരിയാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ അത്തരം ഒരു നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു കണ്ടെത്തലിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്കും പറയാനാവുക. കാരണം ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിശോധനയാണ്. ഇതിനു മുൻപും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകൾ കസ്റ്റംസിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരുപാടധികം
ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുമായാണ് ഇപ്പോൾ അല്ലെങ്കിൽ അതുമായി കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇടപാടുകാരിൽ നിന്ന് ഒരുപാട് പേർ ഇങ്ങനെ വാഹനങ്ങളെല്ലാം വാങ്ങിച്ചിരിക്കാം, പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ കടത്തിയ ആയിരിക്കാം ഈ വാഹനം എന്നുള്ള കാര്യത്തിൽ വലിയ അറിവൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇടപാടുകാരിൽ നിന്ന് വാങ്ങിയവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ദുൽഖറിൻ്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ആ ഒരു കാറുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ ഭൂട്ടാനിൽ നിന്നും എത്തിയതാണോ എന്നുള്ള ഈ നിസാൻ പെട്രോൾ എന്ന് പറയുന്ന വാഹനം ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കൊണ്ടുവന്നതാണോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ കയ്യിലുള്ള ഡിഫൻഡർ, ലാൻഡ് ലോവർ എന്നീ 2 വാഹനങ്ങളും അങ്ങനെ കൊണ്ടുവന്നതാണോ എന്നുള്ള ഒരു സംശയം കസ്റ്റംസിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരം ഭൂട്ടാൻ വഴിയെല്ലാം പണ്ടും ഇങ്ങനെ പഴയ വാഹനങ്ങളെല്ലാം നികുതിയെല്ലാം വെട്ടിച്ചു കൊണ്ടുവരുന്ന പലതരം കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ഡീലേഴ്സും ഇടപാടുകാരും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരവും കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ വാഹനങ്ങൾ ഒരുപാട് എത്തിച്ചിട്ടുണ്ട്, അത് ഇവിടെയുള്ളവർ വാങ്ങിയിട്ടുണ്ട് എന്ന വ്യക്തമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനൊരു മിന്നൽ പരിശോധന നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാർത്തു, അപ്പോൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് വിജിത. അതുപോലെ തന്നെ എത്ര നേരത്തേക്കായിരിക്കും ഈ റെയ്ഡ് തുടരാനുള്ള സാധ്യത? അങ്ങനെ ഇത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ അവിടുന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? നമുക്കത് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് ആണ് ഈ ഒരു റെയ്ഡ് ഇവിടെ തുടങ്ങുന്നത്. അതോടൊപ്പം ഈ മമ്മൂക്കയുടെ ഒരു വീട്ടിലും പനമ്പള്ളിയിലുള്ള വീട്ടിലും മമ്മൂട്ടി ഹൗസ് എന്ന് പറയുന്ന വീട്ടിലും സമാനമായ പരിശോധന നടക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ വീട്ടിൽ പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് ചെന്നെങ്കിലും അവിടെ വാഹനങ്ങളൊന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും എത്ര സമയം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇവിടെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. കാർത്തു, നടന്മാരായ പൃഥ്വിരാജിന്റെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെയും വീടുകളിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും പരിശോധന നടക്കുന്നത്. പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്, അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെ വൈറ്റിലുള്ള വീട്, മമ്മൂട്ടിയുടെ പനമ്പള്ളിയിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിശോധന നടക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുപോലെ തന്നെ ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോഴും മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെയും വീടുകളിലടക്കം പരിശോധന കസ്റ്റംസിന്റെ